എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSFിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുകയാണ്. കോൺസ്റ്റബിൾ പോസ്റ്റാണ്. കോൺസ്റ്റബിൾ, ബാർബർ, വാഷർമാൻ പോസ്റ്റുകളിലേക്ക് SSFിലേക്കാണ് നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഷോർട്ട് നോട്ടീസ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. മെയിൽസിന് ആൺകുട്ടികൾക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. SSFിലേക്കാണ് നോട്ടിഫിക്കേഷൻ. 19,900 രൂപ തൊട്ട് 63,200 വരെ സാലറി കിട്ടാവുന്നൊരു പോസ്റ്റാണ്. അതിൻ്റെ കൂടെ അലവൻസുകളും വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. കോൺസ്റ്റബിൾ, ബാർബർ, പിന്നെ വാഷർമാൻ. അതിൻ്റെ വേക്കൻസി കാണാം 3 വേക്കൻസി ബാർബറിലേക്കും 7 വേക്കൻസി വാഷർമാനിലേക്ക്. അപ്പോൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ITBPയുടെ വെബ്സൈറ്റ് വഴിയാണ്. ഈ ഒരു വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ ഷോർട്ട് നോട്ടീസിൽ പറയുന്നുണ്ട്. ITBPയുടെ വെബ്സൈറ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. ആരും ഇപ്പോഴേ കയറി അപേക്ഷ അയക്കാൻ ശ്രമിക്കേണ്ട. ഷോർട്ട് നോട്ടീസ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എക്സ് സർവീസ്മാനും പിന്നെ SCകാർക്ക് ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അപേക്ഷ അയക്കുന്ന സമയത്ത്. ഇനി ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് പറയുന്നത്. 2 പോസ്റ്റിലേക്കും 18 to 23 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ ക്വാളിഫൈ ആവണം. അപ്പോൾ 2ലേക്കും 23 വയസ്സിന് താഴെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ 10ാം ക്ലാസ് പാസ്സാവും വേണം. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ്. അതിനുശേഷം മെഷർമെൻറ്റ്, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ് ടെസ്റ്റ് നടത്തും. അതിനുശേഷം ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ റിട്ടൺ എക്സാമാണ്. അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒറിജിനൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും. അതിനുശേഷം ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമും റിവ്യൂ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് കാണാം 30 മാർച്ച് മാസം 30-ാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 28 ഏപ്രിൽ വരെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടിയും ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.